എള്ളുണ്ട ഉണ്ടാക്കാനായി ഒരു ബൗൾ നിറയെ എള്ളെടുത്ത് കഴുകി വെള്ളം തോർന്നതിനു ശേഷം വറുത്തെടുക്കുകയാണ്. എള്ള് നന്നായി മൂത്ത് ചെറുതായിട്ട് പൊട്ടുന്ന ശബ്ദം കേൾക്കാം. അതുവരെ വറുത്താൽ മതി. ഒരു 5 മിനിറ്റ് സമയമേ ആവശ്യമായി വരികയുള്ളൂ എള്ള് മൂത്ത് കിട്ടാനായിട്ട്. എള്ള് ഇവിടെ ഇപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ഇതിലോട്ട് ഒരു ബൗളിൻ്റെ 1/4 ഭാഗം പൊട്ടുകടല എടുത്ത് അതും വറുത്തെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വറുത്താൽ മതി. പൊട്ടുകടലയും ഇവിടെ പാകമായിട്ടുണ്ട്. ഇത്രയും വറുത്താൽ മതി. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലോട്ട് ഗ്രേറ്റ് ചെയ്ത ശർക്കര ഒരു ബൗളിൻ്റെ 1/4 ഭാഗത്തിൽ കൂടുതലുണ്ട്, ഇതിലോട്ടിട്ട് കൊടുക്കാം. അതേ ബൗളിൻ്റെ 1/4 ഭാഗം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് പാവ് കാച്ചിയെടുക്കാം. ഇത് ഒരു കമ്പിപ്പരുവം ആവുന്നതുവരെ ഇളക്കി കൊടുക്കണം. പരുവമായിട്ടുണ്ടോ എന്നറിയാൻ സാധാരണ ചെയ്യുന്നത് പോലെ ഒരല്പം പച്ചവെള്ളം എടുത്ത് അതിലോട്ട് ഒരു തുള്ളി ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ കയ്യിലോട്ടെടുത്ത് ഉരുട്ടി നോക്കിയാൽ മതി. ഒട്ടിപ്പോകാതെ നല്ലതുപോലെ ഉരുണ്ട് സ്ട്രോങ് ആയി വരികയാണെങ്കിൽ ഇത് പാകമായി എന്നറിയാം. ഇതിപ്പോൾ നന്നായിട്ട് ഉരുണ്ട് വന്നിട്ടുണ്ട്. ഈ സമയം വറുത്ത് വച്ചിരിക്കുന്ന എള്ളും പൊട്ടുകടലയും പിന്നെ 1/4 സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. കൂടുതൽ സമയം അടുപ്പത്ത് വച്ചിരിക്കാൻ പാടില്ല. ഇത് തണുക്കുന്നതിന് മുന്നേ കഴിയുന്നതും ചെറു ചൂടോടുകൂടി തന്നെ ഉരുട്ടിയെടുക്കണം. ഞാനിവിടെ കുറച്ച് നെയ്യ് എടുത്ത് വച്ചിട്ടുണ്ട്. അതിൽ കുറച്ചെടുത്ത് 2 കൈയിലും തടവിയതിനു ശേഷം ഉരുട്ടിയെടുക്കാം. എള്ളുണ്ടകളെല്ലാം റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുതേ.